ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. വളരെയധികം പോഷകസമൃദ്ധമായ റാഗി കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ്. ഞാനിവിടെ റാഗി കുതിർത്തി എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന റാഗി പൗഡർ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. റാഗി കുതിർത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസൊക്കെ ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ റാഗിയാണ് എടുത്തിരിക്കുന്നത്. റാഗി ഒത്തിരി കാലറി അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ നമ്മൾ കഴിച്ചാൽ മതിയാകും. അതുകൊണ്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. 1.5 ടേബിൾ സ്പൂൺ റാഗി 1.5 ടേബിൾ സ്പൂൺ തന്നെ വെള്ളത്തിൽ ഞാൻ കുതിരാനിട്ടതാണ്. ഇന്നലെ രാത്രി കുതിർത്തിയിട്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് എടുക്കുന്നത്. ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ആ റാഗി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഒരു സീവർ വെച്ച് കൊടുക്കാം. ഞാൻ ഡബിൾ ലെയറുള്ള സീവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നേരിയ കണ്ണുള്ള സീവറാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റാഗി ഇട്ട് കൊടുക്കാം. ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ചതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തന്നെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് തുണി വെച്ച് അരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ചവരൊക്കെ പോയി കിട്ടും. പക്ഷെ ചവര് നമുക്ക് വളരെ നല്ലതാണ്. കുട്ടികൾക്കാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ 2-3 ലെയർ കോട്ടൺ തുണി അടുക്കി വെച്ചിട്ട് അരിച്ചെടുക്കണം. ചവര് ചേരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ റാഗിയുടെ ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ടാമത്തെ പാലും നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ എക്സ്ട്രാക്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് തന്നെ അത് ഒഴിച്ചു വയ്ക്കാം. കട്ടിയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ നമ്മളിത് കാച്ചേണ്ടത്. ഞാനിപ്പോൾ കാച്ചാനുള്ള പാത്രത്തിലാണ് ഇത് അരിച്ച് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സ്ട്രാക്റ്റും എടുക്കാം. ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ എക്സ്ട്രാക്റ്റ് പാലും നമുക്ക് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ എക്സ്ട്രാക്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതുപോലെ വെള്ളം ചേർത്ത് അഴിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് കാച്ചേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നേരെ ചൂടിൽ ഇത് തിളച്ച് നല്ല ബബിൾസൊക്കെ വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നല്ലതുപോലെ തിക്കായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. മുതിർന്നവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാം. ഇത് നമ്മൾ സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലെടുക്കാം, അല്ലെങ്കിൽ ലൂസാക്കിയും എടുക്കാം. എന്നിട്ട് നമ്മൾ പാലിലാണ് ഇത് നേർപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ 6 മാസം മുതൽ കുട്ടികൾക്ക് ഈ റാഗി കാച്ചി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലെ ചവരൊക്കെ ഒരുവിധം കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. പൗഡർ വാങ്ങിക്കുകയാണെങ്കിൽ അതിലെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കുതിർത്തിയിട്ട് അരച്ച് ലെയറാക്കി അടുക്കി വെച്ച തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കേട്ടോ. ഇപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാനുള്ള റാഗി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഒരു ആപ്പിളും ഒരു ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇതെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ബീട്രൂട്ട് വളരെ കുറഞ്ഞ അളവിൽ എടുത്താൽ മതിയാകും. ബീട്രൂട്ട് കൂടുതൽ എടുത്താൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വളരെ കുറച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റിന് വളരെയധികം
ഗുണങ്ങളുള്ളതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ബീട്രൂട്ടിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയതാണ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ആപ്പിളാണ് ചേർക്കുന്നത്. ആപ്പിളിലും ധാരാളം വിറ്റമിൻ എയും അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം ധാരാളം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തിയാണ് നമ്മളുടെ ആരോഗ്യത്തിന്. ഇനി ഇതിലേക്ക് ഒരു 5 കശുവണ്ടി കുതിർത്തിയത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഹാഫായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ 10 എണ്ണമാണ് കുതിർത്തിയെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 6 ബദാം കുതിർത്തി അതിൻ്റെ തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്തിരിക്കുന്ന റാഗി കാച്ചിയത് ചേർത്ത് കൊടുക്കാം. പാത്രത്തിൽ പറ്റിയിരിക്കുന്ന റാഗി കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്മൂത്തിക്ക് എത്രമാത്രം ലൂസ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ്. പാല് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാലും ചേർത്ത് ഇത് ലൂസാക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തിയാണ് തേന്. രാവിലെയും വൈകിട്ടും 1 ടീസ്പൂൺ വീതം കഴിക്കുന്നത്. ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ചേർക്കുക. ആപ്പിളിന് പകരം റോബസ്റ്റ പഴമൊക്കെ ചേർത്ത് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാനത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ചിയ സീഡാണ്. പകരം ഫ്ലാക്സ് സീഡും ചേർക്കാവുന്നതാണ്. സീഡ്സ് ഒക്കെ വളരെ നല്ലതാണ് നമ്മളുടെ ആരോഗ്യത്തിന്. ഇതിലെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മിൻറ്റ് ലീവ്സ് വെച്ച് അലങ്കരിക്കാം. മിൻറ്റ് ലീവ്സ് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. വളരെയധികം ഗുണങ്ങളുള്ളതാണ് മിൻറ്റ് ലീവ്സിന്. ഇനി ഇത് നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വളരെ നല്ലതാണ്. എളുപ്പവുമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഈ 1 ഗ്ലാസ് സ്മൂത്തിയിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റാഗി കൊണ്ടുള്ളതാണ്. വളരെ ഹെൽത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.